Simplicity is the soul of modern elegance. Isha. I am architect P.S. Binoy, PSB Architects Kochi. മുരുകേഷ് ബിൻസി ദമ്പതികൾക്ക് മകൻ ഇഷാനും വേണ്ടി 2023 ഞാൻ ഡിസൈൻ ചെയ്ത ഒരു കണ്ടംപററി ബോക്സ് ഹൗസ് ഇഷ. വൈപ്പിൻ ഐലൻഡ്സിൽ നായരമ്പലം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 10 സെന്റ് സ്ഥലത്ത് 3700 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലുള്ള ഈ വീട് സിമ്പിൾ കോണ്ടംപററി മിനിമലിസ്റ്റിക് ഡിസൈൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വളരെ സിമ്പിൾ ആയ ഒരു ബോക്സിനോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സിൽ നിന്നും പഞ്ച് ചെയ്ത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലാണ് വിൻഡോസും എക്സ്റ്റേണൽ വാൾസും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കഠിനമായ മഴയിൽ നിന്നും വെയിലിൽ നിന്നും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുമുണ്ട്. കോമ്പാക്റ്റായ പ്ലോട്ടിൽ വൃത്തിയുള്ള സ്ട്രെയിറ്റ് ലൈൻസും റെക്ടാങ്കിൾസും സ്ക്വയറും സമന്വയിപ്പിച്ച് ബോക്സ് ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഈ സിംപിൾസിറ്റിയാണ് ഇഷ എന്ന ഈ വീടിനെ ഒരു വാസ്തുവിദ്യ വിസ്മയമാക്കുന്നത്. ഫ്രണ്ട് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വീടിന്റെ പോർച്ചും സിറ്റ് ഔട്ടിലേക്കുള്ള പാത്വേയും ഡബിൾ ഹൈറ്റ് സീലിംഗ് കൊടുത്ത് ഡിസൈൻ ചെയ്തതുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ വിശാലമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വീട് ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്തത് വെർട്ടിക്കാലിറ്റിക്കും സിംപിളിസിറ്റിക്കുമാണ്. വാൾ ക്ലാഡിങ്ങിലും ഫ്രണ്ട് ഡോറിന്റെ ഡിസൈനിലും സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ലൈൻസ് ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഉയരത്തിന്റെ അഥവാ ഡബിൾ ഹൈറ്റിന്റെ ആ ഡൈനാമിക് ഫീൽ നൽകുന്നുമുണ്ട്. വീടിന്റെ ഭംഗി കാലാകാലം നിലനിൽക്കുന്നതിന് ഒരിക്കലും മടുപ്പ് വരാത്ത എർത്തേൺ കളർ കോമ്പിനേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധാപൂർവം ക്യൂറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഓഫ് വൈറ്റ്, ഡാർക്ക് ബ്രൗൺ കളറുകളുടെ ഉപയോഗം ബോക്സ് ഡിസൈന് പ്രൊജക്ഷനും വിഷ്വൽ ഡെപ്തും നൽകുന്നതിനോടൊപ്പം ഷാഡോസിന്റെയും ഹൈലൈറ്റുകളുടെയും ഒരു ഹാർമണി ഫസേഡിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ 10 സെന്റ് പ്ലോട്ട് വാങ്ങി അതിലുണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് പുതിയ വീട് പണിതത്. അതുകൊണ്ട് തന്നെ അധികം മരങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു മാവും ഒരു ചെറിയ പുളിമരവും വീടിന്റെ മുമ്പിൽ തന്നെ നിലനിർത്തിയാണ് ഫസ്റ്റ് ലേ ഔട്ട് ഡിസൈൻ ചെയ്തത്. ഗേറ്റിന്റെയും കോമ്പൗണ്ട് വാളിന്റെയും ഡിസൈനിങ്ങിൽ ഈ മാവ് തടസ്സം സൃഷ്ടിച്ചെങ്കിലും തന്ത്രപരമായ പ്ലാനിങ്ങിലൂടെ ഇതിനെ ഓവർകം ചെയ്ത് എലിവേഷന്റെ ഭംഗിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാർട്ടാക്കി മാറ്റിയെടുത്തു. മെയിൻ ഗേറ്റ് കടന്നു വരുമ്പോൾ ഇടത്തെ സൈഡിൽ ആയി അല്പം ഉയർത്തിയ ഒരു പ്ലാറ്റ്ഫോം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ആ പുളിമരം നിൽക്കുന്നത് ഇവിടെയാണ്. ഈ പ്ലാറ്റ്ഫോം ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്ലാന്റ്സും കൊടുത്തതുകൊണ്ട് കയറി വരുമ്പോൾ ഒരു വിഷ്വൽ ഗ്രീനറി നൽകുന്നു. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഡോർ കം വിൻഡോ തുറന്നാൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിരിക്കാവുന്നതും അല്ലാത്ത സമയങ്ങളിൽ കർട്ടൻ മാറ്റിയാൽ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും അതിനു മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിൽ നിന്നും ഈ ഗ്രീനറി ആസ്വദിക്കാവുന്ന രീതിയിലുമാണ് ഈ പ്ലാറ്റ്ഫോമിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സ്ഥലപരിമിതി മൂലം മോട്ടറൈസ്ഡ് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ പെഡസ്ട്രിയൻ എൻട്രിക്ക് വേണ്ടി ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. വിക്കറ്റ് ഗേറ്റിലൂടെ കടന്നു വന്നാൽ മോട്ടറൈസ്ഡ് വേ ക്രോസ് ചെയ്യാതെ തന്നെ തടസ്സങ്ങളില്ലാതെ നേരിട്ട് സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് എൻട്രൻസ് ഏരിയ ഡിസൈൻ ചെയ്തത്. 2 കാറുകൾക്ക് വിശാലമായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ പോർച്ച്. ടീക്വുഡിൽ സ്ട്രെയിറ്റ് ലൈൻ കാർവിങ്ങോടുകൂടി ഡിസൈൻ ചെയ്ത ഫ്രണ്ട് ഡോർ ചെറുതും വലുതുമായ ഡബിൾ ഷട്ടറും ഇലക്ട്രോണിക് സെക്യൂരിറ്റി ലോക്കും നൽകിയിരിക്കുന്നു. ഫിംഗർ പ്രിന്റോ പാസ്വേഡോ അതുമല്ലെങ്കിൽ റിമോട്ടായി മൊബൈലിലൂടെയോ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഇലക്ട്രോണിക് സെക്യൂരിറ്റി ലോക്ക്. ജോലി സംബന്ധമായി അകലെയോ എബ്രോഡോ ഉള്ളവർക്ക് വീട് ക്ലീൻ ചെയ്യുന്നതിനും സർവൻസിനോ ബന്ധുക്കൾക്കോ തുറന്നു കൊടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ലോക്കുകൾ ഉപകാരപ്രദമാണ്. മെയിൻ ഡോർ തുറന്ന് കയറുന്നത് ഫോയർ സ്പേസിലേക്കാണ്. ഒരു ഷൂറാക്കും കീകളും മറ്റ് ചെറിയ വസ്തുക്കളും വെക്കുന്നതിനുള്ള വലിപ്പങ്ങളുള്ള ഒരു ഷെൽഫും അതിനു മുകളിലായി പ്ലാന്റ്സും ആർട്ടിഫാക്ട്സും വെച്ച് ഭംഗിപ്പെടുത്തിയിട്ടുമുണ്ട്.
ഫോയറിൽ നിന്നും പ്രധാന ഹാളിലേക്ക് പോർച്ചിലും സിറ്റ് ഔട്ടിലുമുള്ള ഡബിൾ ഹൈറ്റ് ഫോയറിൽ ഒരു ബ്രേക്ക് തരുന്നുണ്ടെങ്കിലും ലിവിംഗ് ഡൈനിങ് ഹാളിലേക്കും ഇതിന്റെ കണ്ടിന്യൂവേഷൻ പോകുന്നത് ഹാളിനെ വിശാലവും വെളിച്ചമേറിയതുമാക്കുന്നു. സോഫ്റ്റ് കുഷ്യൻ ഫർണിച്ചറുകളും വലിയ TV വാളും ലിവിംഗ് റൂമിനെ ഗസ്റ്റുകൾക്ക് സ്വീകരണ മുറിയായും വീട്ടുകാർക്ക് ഒരു എന്റർടൈൻമെന്റ് ഏരിയയായും മാറ്റുന്നു. വൈറ്റ് ടോപ്പ് നൽകിയിരിക്കുന്ന 8 സീറ്റർ ഡൈനിങ് ടേബിളും ചെയേഴ്സും വിശാലമായ ഡൈനിങ് ഏരിയയെ കൂടുതൽ ബ്രൈറ്റ് ആക്കുന്നു. ഡൈനിങ് ടേബിളിന് മുകളിലായി നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് പ്രതിനിധാനം ചെയ്യുന്ന വെളിച്ചം ഭംഗി മാത്രമല്ല, ടേബിളിലിരിക്കുന്ന ഫുഡിനെ ഹൈലൈറ്റ് ചെയ്യുകയും ഈ ഏരിയയെ കൂടുതൽ പ്രകാശപൂരിതവുമാക്കുന്നു. സ്ട്രാറ്റജിക്കലി പൊസിഷൻ ചെയ്തിരിക്കുന്ന കിച്ചണും പ്രയർ റൂമും ലിവിംഗ് ഏരിയയിൽ നിന്നും ഒട്ടും തന്നെ വിസിബിൾ അല്ല. എന്നാൽ ഡൈനിങ് ഏരിയയിൽ നിന്നും വലിയ ഗ്ലാസ് ഓപ്പണിങ്ങിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചണും വിസിബിൾ ആണ് താനും. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു പൂജാമുറിയും നൽകിയിട്ടുണ്ട്. ഹിന്ദു വാസ്തുസങ്കല്പം അനുസരിച്ച് ഒരു വാസ്തു കൺസൾട്ടന്റിന്റെ സഹായത്തോടെ പൂജാമുറിയുടെയും മറ്റു റൂമുകളുടെയും അളവുകളും പൊസിഷനിങ്ങും ഫസ്റ്റ് പ്ലാനിംഗ് ലേഔട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചിട്ടപ്പെടുത്തിയ ശേഷമാണ് ഫൈനൽ ഡ്രോയിങ്സ് തയ്യാറാക്കിയത്. മെയിൻ ഹാളിൽ ഏറ്റവും അട്രാക്റ്റീവായി ഒരു ശില്പചാരുതയോടെ നിലകൊള്ളുന്നതാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്. അയൺ ഫ്രെയിമിൽ വുഡൻ പ്ലാങ്ക്സും വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസൈൻ കോൺസെപ്റ്റിനെ റിസംബിൾ ചെയ്യുന്ന പോളിഷ്ഡ് MS റോഡ്സും ഉപയോഗിച്ചുള്ള ഹാൻഡ് റെയിൽ ഡിസൈനിംഗ് ഉള്ള ഈ സ്റ്റെയർ മെയിൻ ഹാളിന്റെ ഫോക്കൽ പോയിന്റായി നിലകൊള്ളുന്നു. മെയിൻ ഡൈനിങ് ഏരിയയിൽ നിന്നും അകലെയായി ഈ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന് അടിയിലായാണ് കോമൺ വാഷ് ബേസിൻ കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഓപ്പൺ കിച്ചന്റെ ഫീൽ ആണ് നൽകുന്നത് എങ്കിൽ കൂടി കേരളത്തിന്റെ പരമ്പരാഗതമായ കുക്കിങ്ങിൽ ഹാളിൽ മുഴുവൻ ഗന്ധം പരക്കാതിരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഗ്ലോസി ഗ്രേയും ഡാർക്ക് വുഡൻ കളർ സ്കീമിലുമാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഗ്ലാസ് ക്രിസ്റ്റൽ ടോപ്പാണ് കിച്ചൺ കൗണ്ടറിനും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനും നൽകിയിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് മുകളിലും അട്രാക്റ്റീവായ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കൗണ്ടറിന്റെ കാർക്കാസ്, അതായത് കൗണ്ടറിന്റെ ഉള്ളിൽ വരുന്ന ബോക്സസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഷട്ടറുകൾക്ക് PVC കോമ്പോസിറ്റ് പാനലിൽ ഹൈ ഗ്ലോസ് ലാമിനേറ്റ് നൽകിയിരിക്കുന്നു. ടാൻഡം ബോക്സുകളും ഗോള പ്രൊഫൈൽ ഹാൻഡിലുകളും ബിൽറ്റ് ഇൻ മൈക്രോവേവ് അവനും നൽകി ഏറ്റവും മോഡേണായ രീതിയിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉപയോഗത്തിനുള്ള സൗകര്യവും ഭംഗിയും കൺസിഡർ ചെയ്ത് ഉപയോഗശേഷം മിക്സി തള്ളി അകത്തേക്ക് വെക്കാവുന്ന രീതിയിലാണ് ഈ ഷെൽഫ് പ്ലാൻ ചെയ്തത്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിത്യോപയോഗ സാധനങ്ങൾക്ക് നമ്മുടെ സൗകര്യാർത്ഥം പ്രത്യേകം സ്ഥലങ്ങളും അനുയോജ്യമായ ഷെൽഫുകളോ അല്ലെങ്കിൽ ഷെൽഫുകളിൽ പ്രത്യേക അറകളോ കൊടുത്താൽ റൂമുകളിൽ വസ്തുക്കൾ അലസമായി കിടക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, പുറത്തുനിന്ന് വരുന്ന വീട്ടുകാർക്ക് ആദ്യം ഷൂ വെക്കുന്നതിന് പോർച്ചിലോ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഒരു ഷൂ റാക്ക്, ഫോയറിൽ ആയി വാഹനങ്ങളുടെ കീ വെക്കുന്നതിന് ഒരു കീ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഡ്രോ, ബെഡ്റൂമിലേക്ക് കടന്നാൽ കയ്യിലുള്ള ബാഗ് അല്ലെങ്കിൽ ഫയൽസ് വെക്കുന്നതിന് ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു കൗണ്ടർ. ഈ സൗകര്യം ഇല്ലെങ്കിൽ ബെഡിൽ അലസമായി ബാഗുകൾ വലിച്ചിടാനുള്ള സാധ്യതയുണ്ട്. വാർഡ്രോബുകളിൽ വാച്ച്, വാലറ്റ്സ്, ബെൽറ്റ് എന്നിവ വെക്കുന്നതിന് പ്രത്യേകം സ്ഥലങ്ങൾ. പക്ഷേ ഇത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ശീലങ്ങളും ആവശ്യങ്ങളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങൾ മുൻകൂട്ടി ആർക്കിടെക്റ്റുമായി പങ്കിടുകയാണെങ്കിൽ ആർക്കിടെക്റ്റിന് ഇന്റീരിയർ പ്ലാനിങ്ങിൽ വളരെ ഈസി ആക്സസ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ ഷെൽഫുകളോ മറ്റു സൗകര്യങ്ങളോ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ ഇന്റീരിയർ പ്ലാൻ ചെയ്താൽ എഫിഷ്യൻ്റായ അനായാസമായ ഒരു ലൈഫ് ഉറപ്പാക്കാം. ഒരു മെയ്ഡ് റൂമും അതിനോട് ചേർന്ന ഒരു ടോയ്ലറ്റും വർക്ക് ഏരിയയിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. വർക്ക് ഏരിയയിലും ആവശ്യത്തിന് വർക്കിംഗ് കൗണ്ടറും സ്റ്റോറേജുകളും നൽകിയിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിമും അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ അഥവാ ACP ഷട്ടറും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ സ്റ്റോറേജ് ഷെൽഫ്. മോപ്പ്, ബ്രൂം തുടങ്ങിയ ക്ലീനിങ് ഐറ്റംസ് വെക്കുന്നതിനും വലിയ പാത്രങ്ങളും മറ്റും സ്റ്റോർ ചെയ്യുന്നതിനുമായി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് ഈ സ്റ്റോറേജ് ഷെൽഫ്.
ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂമിന് മാക്സിമം പ്രൈവസി കിട്ടുന്നതിന് ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് ശേഷമാണ് ബെഡിന്റെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഡ്രസ്സിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ അധികം സ്റ്റോറേജ് സ്പേസുകളുള്ള വാർഡ്രോബുകളും ഇവിടെ കാണാം. മോഡേൺ ശൈലിയിൽ അലൂമിനിയം ഫ്രെയിംസും പാനൽസും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഷെൽഫുകൾ സാധാരണ പ്ലൈവുഡും ലാമിനേറ്റ്സും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഷെൽഫുകളേക്കാൾ പകുതി കോസ്റ്റ് വന്നിട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഒരു കിങ് സൈസ് ബെഡും സ്റ്റഡി ഏരിയയും ബെഡ്റൂമിന്റെ ഭാഗമാണ്. വലിയ സ്കെയിലിൽ ഉള്ള വിൻഡോ ഓപ്പണിംഗ് കാണാവുന്നതാണ്. ഇത് ഡോർ കം വിൻഡോ ആണ്. ഇത് തുറന്നാൽ മുൻഭാഗത്തുള്ള ഡെക്കിലേക്ക് കടക്കാവുന്നതുമാണ്. വൈകുന്നേരങ്ങളിലെ നർമ്മ സല്ലാപങ്ങൾക്ക് പ്രൈവസിയുള്ള ഒരു ഏരിയയാണ് ഇവിടം. സ്പേഷ്യസ് ആയിട്ടുള്ള വെറ്റ് ആൻഡ് ഡ്രൈ ടോയ്ലറ്റും ഈ ബെഡ്റൂമിന്റെ ഭാഗമാണ്. സ്റ്റെയർ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് മുകളിലുള്ള 2 ബെഡ്റൂമുകളിലേക്കും ഫ്രണ്ട് സൈഡ് ബാൽക്കണിയിലേക്കും ബാക്ക് സൈഡ് ഓപ്പൺ ടെറസിലേക്കും ഡോറുകൾ നൽകിയിരിക്കുന്നു. ഒരു ലൈബ്രറി ബുക്ക് ഷെൽഫും സ്റ്റഡി ഏരിയയും കിട്ടുന്ന രീതിയിലാണ് അപ്പർ ലിവിങ്ങിന്റെ വിസ്തൃതി. സിമ്പിൾ മിനിമലിസ്റ്റിക് രീതിയിലാണ് ഹാൻഡ് റെയിൽ ഡിസൈൻ. MS പോളിഷ് റോഡ്സിന് മുകളിലായി ഒരു വുഡൻ റെയിലും കൊടുത്തിരിക്കുന്നു. സെമി ഗ്ലോസി ബ്ലാക്ക് ഇനാമൽ പെയിന്റാണ് MS റോഡുകൾക്ക് നൽകിയിരിക്കുന്നത്. അടിയിലുള്ള മാസ്റ്റർ ബെഡ്റൂമിന്റെ മുകളിലായി ഏകദേശം അതേ സൈസിലാണ് ഈ ബെഡ്റൂമും. വലിയ ജാലകങ്ങളും റിപ്പിൾ ശൈലിയിലുള്ള കർട്ടനുകളും കിങ് സൈസ് ബെഡ്, സ്റ്റഡി ടേബിൾ, ഡ്രസ്സിംഗ് ഏരിയ, വെറ്റ് ആൻഡ് ഡ്രൈ ടോയ്ലറ്റ് എന്നിവ ഈ ബെഡ്റൂമിനെയും ഭംഗിയുള്ളതും സൗകര്യപ്രദവുമാക്കുന്നു. മറ്റ് 2 ബെഡ്റൂമുകളുടെ അത്ര വലിപ്പമില്ലെങ്കിൽ കൂടി എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് ഗസ്റ്റ് ബെഡ്റൂം. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും ഫ്രണ്ടിലെ ബാൽക്കണി സ്പേസിലേക്ക് പ്രവേശിക്കാം. റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലോട്ട് ആണെങ്കിൽ കൂടി മാക്സിമം പ്രൈവസി കിട്ടാവുന്ന രീതിയിലാണ് ഈ ബാൽക്കണി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയിൽ ഇരുന്നാൽ പുറത്തെ കാഴ്ചകൾ മനോഹരമായി ആസ്വദിക്കാനും എന്നാൽ റോഡിൽ കൂടിയുള്ള യാത്രികരിൽ നിന്ന് പരമാവധി പ്രൈവസി കിട്ടുകയും ചെയ്യും. ലാർജ് വിൻഡോകളും ഓപ്പണിങ്ങുകളും പകൽ സമയങ്ങളിൽ വെളിച്ചം നൽകുമെങ്കിലും രാത്രിയിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ ആശ്രയിക്കുക തന്നെ വേണം. പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റ് ബൾബുകൾ മാറി LED പാനൽ ലൈറ്റ്സ് വന്നെങ്കിലും ഇപ്പോൾ അതിനെ മറികടന്ന് ആർക്കിടെക്ചറൽ ലൈറ്റുകൾ സ്ഥാനം പിടിച്ചു. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിന് മാത്രം ലൈറ്റ് കൊടുക്കുകയും ഇത് ആ ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റ് ഏരിയകളിൽ ലൈറ്റ് താരതമ്യേന കുറയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾ റൂമുകൾക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ഫർണിച്ചറുകൾക്കും ഒരു കോസി ഫീൽ നൽകുകയും ചെയ്യുന്നു. വാളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനും വാളിൽ ഉള്ള പിക്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതിനും ടോയ്ലറ്റുകളിൽ വാഷ് ബേസിൻ, വാട്ടർ ക്ലോസറ്റ് എന്നിവ ഹൈലൈറ്റ് ചെയ്യുന്നതിനും മറ്റുമായി പ്രത്യേകം ലൈറ്റ് ഫിക്സ്ചേഴ്സ് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള വാൾ വാഷറുകളും സ്പോട്ട് ലൈറ്റുകളും എക്സ്റ്റീരിയറിൽ ഒരു സ്പെഷ്യൽ എഫക്റ്റ് തന്നെയാണ് നൽകുന്നത്. ആർക്കിടെക്ചറൽ ലൈറ്റിന്റെ മികവാണ് ഇഷ എന്ന വീടിനെ രാത്രിയിലും മനോഹരമായി നിലനിർത്തുന്നത്.